പല ആപ്ലിക്കേഷൻസും മാറി മാറി ഉപയോഗിച്ച് നോക്കിയിട്ടും ലോൺ കിട്ടുന്നില്ലേ? ട്രൂ ബാലൻസ്, ക്രെഡിറ്റ് ബി, മണി വ്യൂ, റിംഗ്, കിസ്തി ഇതുപോലെ നിരവധി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് അതിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ല? നിങ്ങൾ ഇതുപോലെ പല ആപ്ലിക്കേഷൻസും മാറി മാറി ട്രൈ ചെയ്യുക എന്നല്ലാതെ ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ലോൺ അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നില്ല എന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിലർക്കൊക്കെ ഇതിന്റെ ഉത്തരം അറിയാമായിരിക്കും. സിവിൽ സ്കോർ കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഹെൽത്ത് അത്ര നല്ലതായിരിക്കില്ല. എന്താണ് ഈ ക്രെഡിറ്റ് ഹെൽത്ത്? എന്താണ് സിവിൽ സ്കോർ? ഈ സിവിൽ സ്കോറും ക്രെഡിറ്റ് ഹെൽത്തും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സിവിൽ സ്കോർ കൂട്ടുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ സിവിൽ സ്കോർ എങ്ങനെ കൂട്ടാം? ഈ തരത്തിലുള്ള നിങ്ങളുടെ നിരവധി ഡൗട്ട്സ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഭാവിയിലും വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നമ്മുടെ സിവിൽ സ്കോർ എങ്ങനെ കൂട്ടാം? ഓഫ് കോഴ്സ് നമ്മുടെ ക്രെഡിറ്റ് ഹെൽത്ത് നന്നാക്കിയാൽ മതി. അപ്പോൾ ഈ ക്രെഡിറ്റ് ഹെൽത്ത് എങ്ങനെ നന്നാക്കാം? ഫ്രീ ആയി ₹1 പോലും ചെലവില്ലാതെ നിങ്ങളുടെ സിവിൽ സ്കോർ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങളുടെ സിവിൽ സ്കോർ കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന നല്ല അടിപൊളി ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യാമെന്നും നിങ്ങളുടെ സിവിൽ സ്കോർ കൂട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നും ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ സിവിൽ സ്കോർ എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ സിവിൽ സ്കോറിന് അനുയോജ്യമായ ലോൺ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് ഏതൊക്കെ ലോൺ ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്തതിനാൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുമെന്നും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ മൊബൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുക. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, പാൻ കാർഡ് നമ്പർ, നിങ്ങളുടെ അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ പിൻകോഡ്, ബാക്കിയുള്ള അതുപോലെയുള്ള ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് അവർ ചോദിക്കുക. അതൊക്കെ സക്സസ്ഫുള്ളായി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എംപ്ലോയിഡ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, സാലറിഡ് ആണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും നിങ്ങളുടെ മാസ വരുമാനം അല്ലെങ്കിൽ വാർഷിക വരുമാനം, ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചോദിക്കും. അതൊക്കെ അതുപോലെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക. നിങ്ങൾ ആ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പല ലോൺ ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾ പല ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ സിവിലിലേക്ക് സ്റ്റോറായി കിടക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം 30,000 രൂപയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം അല്ലെങ്കിൽ മാസ വരുമാനം കൊടുത്തതെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സെയിം എമൗണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എമൗണ്ട് മാത്രമല്ല, നിങ്ങളുടെ സാലറി മാത്രമല്ല, നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടോ അതൊക്കെ സെയിം തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം സിബിൽ എന്ന് കാണാം മുകളിൽ. ഈ സിബിൽ എന്നതിൽ ഞങ്ങളുടെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് 644 കാണിക്കുന്നത്. ഇതിനായിപ്പോൾ തൽക്കാലം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിവിൽ സ്കോറാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ അവൻ്റെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് 644. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് സിബിൽ എന്നതിന് തൊട്ടിപ്പുറം എക്സ്പീരിയൻ എന്ന് കാണാം. ആ എക്സ്പീരിയൻ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സിബിലിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി അതുപോലെ ഹൈമാർക്ക് എന്നൊരു ഓപ്ഷൻ കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും സിബിലിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നും തമ്മിൽ എന്താണ് വ്യത്യാസം? സിബിൽ, എക്സ്പീരിയൻ, ഹൈമാർക്ക്, ഇത് മൂന്ന് ഏജൻസികളാണ്. ഈ 3 ഏജൻസികളും അവരുടെ അടുത്തുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നിങ്ങൾക്ക് എത്ര സിവിൽ സ്കോറാണോ അവർ നിശ്ചയിച്ചിരിക്കുന്നത് ആ ഒരു സിവിൽ സ്കോറാണ് ഇവിടെ കാണിക്കുക. നമുക്കിപ്പോൾ ബാക്കി രണ്ടും ഒഴിവാക്കാം. ഇവിടെ നമ്മൾ സിബിൽ എന്നത് മാത്രമാണ് നോക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഒട്ടുമിക്ക ലോൺ ആപ്ലിക്കേഷൻസുകളിലും വെബ്സൈറ്റുകളിലും ഈ ഒരു സിബിലാണ് നോക്കുന്നത്. ഇവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സിവിൽ സ്കോറിൻ്റെ റിപ്പോർട്ട് മൊത്തത്തിലൊന്ന് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് വിശകലനം ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകൾ, നിങ്ങൾ എത്ര പ്രാവശ്യം ലോൺ എടുത്ത്, ഏതൊക്കെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ലോൺ ഉണ്ട്, നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്ര വരുന്നുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. തൊട്ട് താഴെ സീ വാട്ട്സ് ചേഞ്ച്ഡ്, അതായത് നിങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന സിവിൽ സ്കോറിൽ നിന്നും പുതിയ സിവിൽ സ്കോർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചുകളാണ് വന്നത്, നിങ്ങളുടെ സിവിൽ സ്കോറിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്രെഡിറ്റ് എൻക്വയറിയാണ് ലാസ്റ്റ് 30 ദിവസത്തിനുള്ളിൽ ചേഞ്ച് ആയിട്ടുള്ളത്. അതായത് കനറ ബാങ്കിൽ ഒരു പേഴ്സണൽ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അപ്ഡേഷൻ ആവുന്നതാണ്. അത് ആ സ്പോട്ടിൽ തന്നെ അപ്ഡേഷൻ ആയിട്ടില്ലെങ്കിലും ഈ സിവിൽ സ്കോർ എന്ന് പറയുന്നത് 30 മുതൽ 41-42 ദിവസത്തിനുള്ളിലാണ് ഈ സിവിൽ സ്കോറിന് ചേഞ്ചുകൾ വരിക. അപ്പോൾ അത്രയും ദിവസം എടുക്കും നിങ്ങളുടെ സിവിൽ സ്കോറിന് ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്. ഇനി തൊട്ട് മുന്നത്തെ ടാബിൽ ഒന്നുകൂടി പോയി സ്കോർ പ്രഡിക്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സ്കോർ പ്രഡിക്റ്റർ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ കാരണം നമ്മുടെ സിവിൽ സ്കോറിൽ എന്ത് ചേഞ്ചാണ് വരാൻ പോകുന്നത് എന്ന് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു 30 ദിവസം
ലേറ്റായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ലോണിൻ്റെ EMI അടച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു 30 ദിവസം എന്നത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ശേഷം ക്രെഡിറ്റ് സ്കോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം 644 ഉണ്ടായിരുന്ന എൻ്റെ സിവിൽ സ്കോർ 631 ഇവിടെ ചുരുങ്ങിയിട്ടുണ്ട്. അതായത് 13 പോയിന്റ് സിവിൽ സ്കോർ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ 90 ഡേയ്സ് എന്ന് കൊടുക്കുന്നു. അതായത് 90 ദിവസം ഞാൻ ഒരു EMI അടച്ചില്ല എന്ന് കരുതുക. അങ്ങനെ 90 ദിവസം ഞാൻ EMI അടച്ചില്ല എങ്കിൽ, അതായത് 3 മാസം EMI അടച്ചില്ല എങ്കിൽ എൻ്റെ സിവിൽ സ്കോറിൽ എന്ത് മാറ്റമാണ് വരിക എന്ന് നോക്കി കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം 644 എൻ്റെ സിവിൽ സ്കോർ ഉണ്ടായിരുന്നത് ഇപ്പോൾ 613 ചുരുങ്ങിയിട്ടുണ്ട്. അതായത് 31 പോയിൻ്റാണ് എൻ്റെ സിവിൽ സ്കോർ നഷ്ടമായിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെയായി റീസെറ്റ് പ്രെഡിക്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട് സിവിൽ പ്രെഡിക്റ്ററിൽ. അതായത് ആഡ് എ ന്യൂ ലോൺ ഓർ ക്രെഡിറ്റ് കാർഡ്. നമ്മൾ പുതിയൊരു ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്. അതുപോലെ ക്ലിയർ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, നമ്മൾ ഒരു ലോൺ അടച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറിൽ എന്ത് മാറ്റം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പഠിച്ച് വിശകലനം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു സിവിൽ സ്കോർ ചെക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, അതുപോലെ വിശകലനമായി നമ്മുടെ സിവിൽ സ്കോർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വെബ്സൈറ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. വെറുതെ ഓരോ ലോണിൻ്റെ വെബ്സൈറ്റുകളിലും ആപ്ലിക്കേഷനിലും പോയി ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ നിൽക്കാതെ ആദ്യം നിങ്ങളുടെ സിവിൽ സ്കോറിനെ കുറിച്ച് വിശദമായി ഒന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ ഓരോ ദിവസവും ഒരു 10-15 മിനിറ്റ് നേരം ഉപയോഗിച്ച് ഇതിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സിവിൽ സ്കോറിൽ എങ്ങനെയുള്ള ചേഞ്ചുകളാണ് വരുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ സിവിൽ സ്കോർ കുറയുന്നത്, അതെങ്ങനെ കൂട്ടാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുക. സിവിൽ സ്കോർ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നോക്കുക, എങ്ങനെ സിവിൽ സ്കോർ കൂട്ടാമെന്ന് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ മുകളിൽ പൈസ ബസാർ എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് കാണാം പോപ്പുലർ പ്രൊഡക്ട്സ്. ഇവരുടെ കയ്യിലുള്ള നമ്മുടെ സിവിൽ സ്കോറിന് അനുയോജ്യമായിട്ടുള്ള എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇവരുടെ കയ്യിലുള്ളത് എന്ന് ഇവിടെ കാണിച്ചു തരും. ക്രെഡിറ്റ് കാർഡ്സ്, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, ഹോം ലോൺ, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ട്രാൻസ്ഫർ ഹോം ലോൺ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണിക്കുന്നതാണ്. അതുപോലെ മുകളിലായി ഇടതുവശത്ത് കാണുന്ന 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഓഫേഴ്സ് എന്ന് കാണാം. ആ ഓഫേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിവിൽ സ്കോറിന് അനുയോജ്യമായ ഏതൊക്കെ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് എത്രയൊക്കെ ലോൺ കിട്ടുമെന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇവർ നമ്മുടെ സിവിൽ സ്കോർ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ സിവിൽ സ്കോറിന് അനുയോജ്യമായ പ്രീ അപ്രൂവ്ഡ് ലോൺസും പ്രീ ക്വാളിഫൈഡ് ഓഫേഴ്സും ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ്. പിന്നെ മുകളിലായി നിങ്ങൾക്ക് കാണാം ടോക്ക് ടു എക്സ്പേർട്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 7 ദിവസം രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെ നമുക്ക് ഇവരുടെ ഒരു എക്സ്പേർട്ടുമായി സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ല, ലോൺ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം, സിവിൽ കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം, സിവിൽ സ്കോർ എന്തുകൊണ്ട് കുറയുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു എക്സ്പേർട്ടുമായി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മീ.